ഹായ് ഹലോ എല്ലാവർക്കും ഏജിയർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് നമ്മളൊരു ഫേസ് വാഷ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത്. ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ വാട്സപ്പിൽ സ്റ്റാറ്റസും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചപ്പോൾ തന്നെ ഒരുപാട് കൂട്ടുകാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ വീഡിയോ ഇടുമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫേസ് വാഷ് ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു വെയിറ്റ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു ബൗളും വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബൗളിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫേസ് വാഷിൻ്റെ ബേസാണ് കേട്ടോ. അപ്പോൾ ഒരു ബേസാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടിരിക്കുന്നത്. ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത് ഫേസ് വാഷിൻ്റെ ബേസ് നമ്മളിപ്പോൾ ആദ്യം എടുക്കുന്നുണ്ട് കേട്ടോ. വഴിയെ നമ്മൾ കാണിച്ചു തരാം എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതങ്ങനെ നമ്മൾ ഒരു 100 ഗ്രാം ആവുന്ന വരെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് ഓൺലൈനായിട്ട് മേടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കെമിക്കൽ ഷോപ്പിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. എല്ലാ കെമിക്കൽ ഷോപ്പിലും കിട്ടാനായിട്ട് ചാൻസ് കുറവാണ്. അപ്പോൾ അതങ്ങനെ ഇപ്പോൾ ഓൺലൈനൊക്കെ ആയിട്ടാണ് മേടിക്കണമെങ്കിൽ കൂടിയും നമ്മൾ നല്ല റിവ്യൂ ഒക്കെ ഉള്ള ബേസ് നോക്കി വേണം മേടിക്കാനായിട്ട്. അപ്പോൾ അതങ്ങനെ നമ്മൾ ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത് ഫേസ് വാഷിൻ്റെ ബേസ് ഇവിടെ ഒഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് DM വാട്ടർ ആണ്. ഡീമിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡീ അയോണൈസ്ഡ് വാട്ടർ എന്നൊക്കെ പറയും. ഇത് നമ്മൾ ശുദ്ധീകരിച്ച വെള്ളമാണത്. ഇത് നമുക്ക് സോപ്പ് ഉണ്ടാക്കാനും അതുപോലെ ഫേസ് വാഷ്, ഷാമ്പൂ ഒക്കെ ഉണ്ടാക്കാനായിട്ടും ഈ ഒരു വാട്ടർ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഈ ടാപ്പ് വാട്ടറൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമാണ് ഈ വാട്ടർ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എന്താ പറയുന്നത് കൂടുതൽ നാൾ കേടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് അനുസരിച്ചിരിക്കും. അപ്പം നമ്മളതിലേക്കൊരു 10 ml ചേർത്താൽ മതിയാകും DM വാട്ടർ. ഇപ്പം ഞാനതൊരു 12 ml ആയി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ml കൂടുതലാണ്, കുഴപ്പമില്ല. അതിലേക്ക് നമ്മൾ ഇപ്പോൾ ആ ഒരു ഫേസ് വാഷിൻ്റെ ബേസും DM വാട്ടറുമാണ് നമ്മളിപ്പോൾ മിക്സ് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ച് ഭയങ്കര ലൂസ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വീണ്ടും കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട്. ഈ ഒരു നീം എന്ന് പറയുന്നത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനും ഹെയറിൽ അപ്ലൈ ചെയ്യാനും നമുക്ക് ഈ മുഖത്ത് വരുന്ന കുരുക്കളൊക്കെ കുറയ്ക്കാനായിട്ടും വളരെയധികം നല്ലതാണ് ആര്യവേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് അതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് നീമിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ് ചേർക്കാനായിട്ട് പോകുന്നത്. ഫ്രഷ് ജ്യൂസ് അല്ല നമ്മൾ എടുത്തിരിക്കുന്നത്, എക്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ അതങ്ങനെ നമ്മൾ ആ ഒരു നീമിൻ്റെ എക്സ്ട്രാക്റ്റ് 10 ml ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു നീമിൻ്റെ എക്സ്ട്രാക്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ മേടിക്കാൻ കിട്ടും, ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ആ ഒരു നീമിൻ്റെ എക്സ്ട്രാക്റ്റും കൂടെ ഒഴിച്ച് വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ ഫ്രഷ് ജ്യൂസ് വെച്ച് ചെയ്യാവുന്നതാണ്. ഫ്രഷ് ജ്യൂസ് വെച്ച് ചെയ്യുമ്പോൾ ഷെൽഫ് ലൈഫ് ഒരുപാട് നാൾ കിട്ടുന്നത് കുറവായിരിക്കും, നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തില്ല എന്നെങ്കിൽ. അപ്പോൾ എക്സ്ട്രാക്റ്റൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു ബൗളിലേക്ക് വീണ്ടും ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത് ഫേസ് വാഷിൻ്റെ ബേസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ നമ്മൾ എടുത്തിരിക്കുന്ന ഫേസ് വാഷിൻ്റെ ബേസ് എന്ന് പറയുന്നത് 200 ഗ്രാമിൻ്റെ അടുത്താണ്. പിന്നെ അതുപോലെ തന്നെ 12 ml DM വാട്ടർ ഒഴിച്ചിട്ടുണ്ട്, 10 ml നീമിൻ്റെ എക്സ്ട്രാക്റ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അടുത്തായിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് വെജ് ഗ്ലിസറിൻ ആണ് കേട്ടോ. ഈ ഒരു ഗ്ലിസറിനൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ആ ഒരു വെജ് ഗ്ലിസറിനും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ തിക്നെസ് കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് തിക്നെസ്സായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഇപ്പോൾ കുറച്ച് ലൂസ് പോലെയാണ് ഇങ്ങനെ തോന്നുന്നതെങ്കിലും നമ്മൾ അതൊന്ന് സെറ്റ് ആവാനൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും അത് തിക്കായി ഇരുന്നോളും. ഇനി അടുത്തായിട്ട് നമ്മൾ അതിലോട്ട് ചേർക്കുന്നതെന്ന് പറയുന്നത് നീമിൻ്റെ പൗഡറാണ് കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്, നീമിൻ്റെ പൗഡറാണത്. അപ്പോൾ അതും ഒരു സ്പൂണിൻ്റെ അടുത്ത് ആ നീം പൗഡറും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മെയിനായിട്ട് ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കൊരു സ്ക്രബ്ബറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ആ ഒരു പൗഡറുകളും കൂടിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മൾ ഒരുപാട് ലൂസായി കഴിഞ്ഞ് ആ ഒരു നമ്മളിട്ടിരിക്കുന്ന ആ ഒരു പൗഡർ ആ ഒരു ഫേസ് വാഷിൻ്റെ അടിയിൽ വന്നിങ്ങനെ ഊറൽ പോലെ ഇങ്ങനെ കിടക്കും. അപ്പോൾ കുറച്ച് തിക്കായിട്ടാണെങ്കിൽ അങ്ങനെ അധികം വരലുണ്ടാവില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതൊന്ന് ജസ്റ്റ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒന്ന് ഇതാക്കി ഷെയ്ക്ക് ചെയ്യണ പോലെ ഒന്ന് ആക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ അതങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഗ്രീൻ കളറുകളും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രഷ് ജ്യൂസ് അല്ലല്ലോ എടുത്തിരിക്കുന്നത്, അപ്പോൾ കളറിൻ്റെ ഇച്ചിരി ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ട് മാത്രം സ്വല്പം കളറും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒഴിച്ച് കൊടുത്തപ്പോൾ ക്യാമറ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് വീണ്ടും ഒരു ഡ്രോപ്പും കൂടെ കൂടിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറയിൽ നമുക്ക് കാണുമ്പോൾ വളരെയധികം നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളർ പോലെയാണ് തോന്നുന്നത്, പക്ഷെ നേരിട്ട് നമുക്ക് കാണുമ്പോൾ അത്രയ്ക്ക് കളറില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു കളർ ആഡ് ചെയ്തതിന് ശേഷം കളറൊക്കെ ഒഴിക്കുന്നത് നമ്മുടെ ഇഷ്ടാനുസരണം ആട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒഴിക്കാം, വേണ്ടെങ്കിൽ ഒഴിക്കേണ്ട, അങ്ങനെയാണ്. അപ്പോൾ വീണ്ടും കുറച്ചും കൂടെ ഒരു ഡ്രോപ്പ് ഇങ്ങോട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കളറൊന്നും ഇല്ല കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, ഇത്രയും കളർ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇല്ല. കളറില്ലാത്തത് കൊണ്ട് മാത്രമാണ് വീണ്ടും കുറച്ചും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ വീണ്ടും നമ്മൾ ആ ഒരു കളർ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഫേസ് വാഷ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ലൂസ് പോലെയാണ് ഇരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് അതിലേക്ക് ഫ്രാഗ്രൻസ് ആണ് ഒഴിച്ച് കൊടുക്കേണ്ടത്, സ്മെല്ലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ഫ്രാഗ്രൻസ്, ലെക്സിൻ്റെ ആണിത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാനൊരു 3 ഡ്രോപ്സൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രാഗ്രൻസൊക്കെ ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങനെ നമ്മൾ സോപ്പിന് ചേർക്കുന്ന പോലെ അങ്ങനെ ഒരുപാട് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ ആദ്യമേ തന്നെ ഞാനൊരു 3 ഡ്രോപ്സ് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു ഫ്രാഗ്രൻസ് ചേർത്തത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് നല്ലതായിരിക്കും എന്ന് കരുതി വീണ്ടും ഞാൻ 1-2 ഡ്രോപ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ ചേർക്കേണ്ട ഒരു ആവശ്യവും ഇല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു സ്മെല്ലിന് വേണ്ടി മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് കറണ്ട് പോയി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് സിറ്റ് ഔട്ടിൽ വന്നിരുന്നാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് രാവിലെ ആണ് ഈ ഒരു പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിച്ചൂട്ടിനോട് ഉറങ്ങുവാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനാണ് എനിക്കിപ്പോൾ വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ ചെറിയൊരു ബബിൾസൊക്കെ പോലെ കാണുന്നുണ്ടല്ലോ, ആ ഒരു ബബിൾസൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോഴേക്കും അതൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ അതങ്ങനെ നമ്മൾ ആ ഒരു ക്ലിങ് ഫിലിം കൂടെ വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് അതൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട് ക്ലിങ് ഫിലിം വെച്ചിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ എയർ ബബിൾസ് എല്ലാം പോയതിന് ശേഷം എങ്ങനെ ഇരിക്കണമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനത്തെ നമ്മുടെ ആ ഒരു ബബിൾസ് എല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം വൈകിട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ കുറച്ച് പണിയും കാര്യങ്ങളും പിന്നെ കൊറിയറൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാനത് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ഒരു ഫേസ് വാഷ് നല്ല ക്ലിയർ ആയിട്ട് ആ മുകൾ ഭാഗമൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ആര്യവേപ്പിൻ്റെ ആ ഒരു തരിയൊക്കെ താഴെ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ എടുത്തപ്പോൾ കുറച്ചിങ്ങനെ ലൂസ് പോലെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ഇതിപ്പോൾ നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇനി ഇത് ബോട്ടിലിൽ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ വളരെയധികം ഗുണവും ഉള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ നമ്മുടെ ഒരു ഫേസ് വാഷ്. അപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ ഞാനെടുത്ത് വെച്ചിരിക്കുന്നത്. ഒരബദ്ധം പറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഓസ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ കൂടി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പൗഡർ കയറി വരുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടും ആ ഒരു 2 ബോട്ടിലും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു കുനിയിലൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറേശ്ശെയായിട്ട് നമ്മുടെ ആ ഒരു ഫേസ് വാഷ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അതുപോലെ ഇനി ഉണ്ടാക്കാൻ സമയമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതിയാകും, നമ്മൾ ഇത് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ മെയിനായിട്ട് നമ്മൾ സോപ്പുകളാണ് സെയിൽ ചെയ്യുന്നത്. ഗ്ലിസറിൻ ബേസിലുള്ള സോപ്പുകൾ, പിന്നെ ബേബി സോപ്പുകൾ വരുന്നുണ്ട്. ഗോട്ട് മിൽക്ക്, ഷിയ ബട്ടറിലൊക്കെ ചെയ്യുന്ന സോപ്പുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒക്ടോബറിൽ സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ സോപ്പ് മേക്കിങ്ങിൻ്റെ വീഡിയോസ് ഒരുപാട് തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടിയും ഒരു ക്ലാസ്സിന് ചേർന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ക്ലാസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ്സിന് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം. അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും കേട്ടോ. നമുക്ക് വാട്സപ്പ് മെസ്സേജോ അല്ലെങ്കിൽ കോളോ ചെയ്താൽ മതിയാകും. ഞാൻ കോൾ എങ്ങാനും ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ.
അപ്പോൾ അതങ്ങനെ നമ്മുടെ ആ ഒരു ഫേസ് വാഷ് 2 ബോട്ടിലും ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാനും റിച്ചൂട്ടനും അമ്മയും കൂടെയാണ് കേട്ടോ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിച്ചൂട്ടിന് ടി വി ഒക്കെ വെച്ച് കൊടുത്തെങ്കിലും ആൾക്ക് ഡോറ ബുജി കാണാനായിരുന്നു ഭയങ്കര താല്പര്യം. അപ്പോൾ ഡോറ ബുജിയൊക്കെ കഴിഞ്ഞു, പിന്നെ ബാലവീർ തുടങ്ങി. അപ്പോൾ ആൾ കുറച്ച് നേരം ടി വി കാണും, പിന്നെ കുറച്ച് നേരം ഓടി എൻ്റെ അടുത്തിട്ട് വരും. അപ്പോൾ അത് അങ്ങനെ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അമ്മ ക്യാപ്പ് മോനിടാന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണതാണ് കേട്ടോ. അപ്പോൾ അമ്മയാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നിട്ടിരിക്കുന്നത്. അങ്ങനത്തെ നമ്മൾ 2 ബോട്ടിലും ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബോട്ടിലിലെ ക്യാപ്പ് നമ്മുടെ സ്പ്രേ ബോട്ടിൻ്റെയും മറ്റേ ക്യാപ്പ് വേറെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഫ്ലിപ്പ് ക്യാപ്പാണ് ഓർണത്തിലിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ പതയും കൂടെ ഉണ്ടോയെന്ന് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാകും. ഫേസ് വാഷ് ഇനി ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല, ജസ്റ്റ് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കുക കേട്ടോ പതയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ ആ ഒരു ബോട്ടിലിൽ നിന്ന് കുറച്ച് നമ്മുടെ കയ്യിലോട്ട് ഇറ്റിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആ ഒരു കയ്യിലെടുക്കുമ്പോൾ തന്നെ ആ ഒരു ആര്യവേപ്പിൻ്റെ ആ ഒരു ചെറിയ ചെറിയ തരിതരി പോലെ നമ്മുടെ കയ്യിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫേസിൽ നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഫേസിൽ കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇത് അങ്ങനെ പതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓർഡർ അനുസരിച്ചായിരിക്കും ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ pH കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ നമ്മൾ ലിറ്റ്മസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ആ ഒരു ബൗളിൽ സ്പൂണിലേക്കായിട്ട് ഇങ്ങനെ ആ ഒരു ഫേസ് വാഷ് കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആ ഒരു ലിറ്റ്മസ് പേപ്പർ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ഫേസ് വാഷിലായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്നത് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു pH എത്ര വന്നേക്കണമെന്ന് നോക്കാം കേട്ടോ നമുക്ക്. ആ ഒരു ലിറ്റ്മസ് പേപ്പർ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ കുറച്ച് നേരം അങ്ങനെ നമ്മൾ ചെയ്ത് അതൊന്ന് കുറച്ച് നേരത്തേക്ക് ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇനി കളർ ചേഞ്ച് എന്തെങ്കിലും വരുമോയെന്ന് അറിയാനായിട്ട്. അപ്പോൾ ലിറ്റ്മസ് പേപ്പറിൽ കളർ വന്നിട്ടുണ്ടായിരുന്നത് ഒരു 6ൻ്റെ ആ ഒരു കളറാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.